നമ്മളൊരു പുതിയ വീട് പണിതാണ്. അപ്പോൾ പഴയ വീട്ടിൽ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് 4,000-5,000 അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത്രയും വർഷം ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് സോളാറിന് വേണ്ടി പൈസ മുടക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ നമ്മൾ അവരുമായിട്ടും 2-3 തവണ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതിനുള്ള പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു 2 or 3 ഡേയ്സിനുള്ള മെറ്റീരിയൽസ് ഡെലിവർ ചെയ്തു. നെക്സ്റ്റ് 2 ഡേയ്സിൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞായിരുന്നു. എനിക്കതിന് ഓവറോൾ ഒരു 7 ഡേയ്സിനുള്ളിൽ പ്രൊഡക്ഷൻ തുടങ്ങി അപ്പായിരുന്നു. അതിനുശേഷം പോലും അവർ എനിക്ക് തോന്നുന്നു ഒരു 2 or 3 ടൈംസ് നമ്മൾ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പ്രൊഡക്ഷനിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എല്ലാം അന്വേഷിച്ചു. എനിക്ക് പ്രൊഡക്ഷനിലാണെങ്കിലും ഇൻ ആൻ ആവറേജ് അബൌട്ട് 12 എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 months ആയി 1500 യൂണിറ്റ്സിന് മേളിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഈ സോളാർ വയ്ക്കുന്നതിന് മുമ്പ് കൂടുതലും കിച്ചണിൽ യൂസ് ചെയ്തിരുന്ന ഗ്യാസായിരുന്നു. സോളാറിന് ശേഷം നമ്മളിപ്പോൾ ഗ്യാസ് വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. എനിക്കൊന്ന് ഒരു 3 months ഒരു സിലിണ്ടർ എന്നുള്ള രീതിയിലേ ഗ്യാസ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുള്ളൂ. കൂടുതലും നമ്മൾ ഇൻഡക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ ആണെങ്കിലും എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു 3-4 പേര് നമ്മൾ മൂപ്പൻസിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ഷൈൻ ഫോൺ എന്ന് പറഞ്ഞൊരു ആപ്പ് അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തന്നായിരുന്നു. നമുക്കതിൽ ഡെയിലി പ്രൊഡക്ഷൻ എത്രയാണ് എന്നുള്ളതെല്ലാം അപ്പോൾ നമ്മുടെ മൊബൈലിൽ കാണാൻ പറ്റും.